കോവൂർ കുഞ്ഞുമോൻ സമർപ്പിച്ച 2 പത്രികയും അംഗീകരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും RSP ലെനിനിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയായും പത്രിക നൽകിയിരുന്നു. ഇതിനെതിരായ പരാതികൾ തള്ളിയാണ് അംഗീകാരം നൽകിയത്. ലിജോ റോളൻസ് ചേരുകയാണ്. ലിജോ, ഇതിപ്പോൾ ഒരു സ്ഥാനാർത്ഥി പത്രിക നൽകുമ്പോൾ 2 സെറ്റ് പത്രിക 3 സെറ്റ് പത്രിക നൽകുന്നു എന്നൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരു സ്വതന്ത്രനായും അതോടൊപ്പം തന്നെ ഒരു പാർട്ടിയുടെ ഭാഗമായി നൽകാനാവുക എന്നുള്ളത് ഒരു ആശ്ചര്യമുള്ള ചോദ്യമാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും കോവൂർ കുഞ്ഞുമോൻ മത്സരിക്കുക? കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും ഈ RSP ലെനിനിസ്റ്റിന്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സ്വതന്ത്രനായിട്ടൊക്കെ ആയിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും ഒപ്പം തന്നെ RSP ലെനിനിസ്റ്റിന്റെ ഭാഗമായിട്ടും 2 പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടിലുമാണ് പലതരത്തിലുള്ള പിഴവുകളുണ്ടെന്ന് കാണിച്ചുകൊണ്ട് UDF ഒപ്പം തന്നെ RSP ലെനിനിസ്റ്റ് മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബൽദേവും ഒരു പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഒടുവിൽ തീരുമാനമെടുത്തിരിക്കുന്നു, 2 പത്രികകളും സ്വീകരിച്ചിരിക്കുന്നു. ഇതിൽ ചില രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ RSP ലെനിനിസ്റ്റിന് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരാതി. പക്ഷേ രജിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ള രേഖകൾ ഹാജരാക്കാനായിട്ട് കോവൂർ കുഞ്ഞുമോനും LDFനും കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ ബൽദേവ് നൽകിയ ഒരു കത്തുണ്ടായിരുന്നു, അതായത് തങ്ങൾ ആരെയും നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ RSP ലെനിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നൽകിയ കത്തിൽ അതിന്റെ സെക്രട്ടറിയാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ ഹാജരാക്കാൻ ബൽദേവിനും കഴിയാതെ വന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിവിധ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 പത്രികകളും സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ സ്വതന്ത്രൻ എന്നുള്ള പത്രിക ഒരുപക്ഷെ അത് പിൻവലിക്കുകയും RSP ലെനിനിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയായി കോവൂർ കുഞ്ഞുമോൻ മത്സരിക്കാനുമാണ് സാധ്യത. 6ാം അംഗത്തിന് കോവൂർ കുഞ്ഞുമോന് ഇറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം.